ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ബസ്സിലെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സമാധാനമായല്ലോ, തൃപ്തിയായല്ലോ. റീച്ച് കിട്ടാൻ വേണ്ടിട്ട് പലരുടെയും ലൈഫ് വെച്ചിട്ട് ഇതുപോലുള്ള കുറെ എണ്ണങ്ങൾ കളിച്ച് അവസാനം ഇവിടം വരെ എത്തി. തൃപ്തിയായല്ലോ. ഇനി ഈ ട്രെൻഡും കൊണ്ട് ഇറങ്ങത്തില്ലല്ലോ അല്ലെ? എവിടെ നമ്മടെ നാട്ടുകാര് കിട്ടിയാലൊന്നും ഇവര് പഠിക്കത്തൊന്നുമില്ല. ഇവര് വീണ്ടും ഇതിന്റെ പിറകെ ഈ റീച്ചും പിടിച്ചു പോകും. ഇത് അവസാനിക്കാനൊന്നും പോകുന്നില്ല. ആര് മരിച്ചാലും ആര് നാണം കേട്ടാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് റീച്ച് ഇട്ടാ മതി. എന്റെ സ്ഥലം എറണാകുളമാണ്, പുള്ളി കോഴിക്കോടുള്ളതാണ്. നമുക്കൊരു മെൻസറുള്ള പുള്ളി നമുക്കൊരു ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ടീവ് ആണ്. ഒരു അയ്യവാവ് മനുഷ്യനാണ്. പുള്ളി ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ പഴയ വീട്ടിലാണുള്ളത്. എന്തായാലും സൂയിസൈഡ് ചെയ്തിട്ടാണ് ഹാങ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊന്നും വീട്ടിൽ നിന്ന് ബോഡി എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ പോലീസും ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കോഴിക്കോടാണ് വീട്, മീൻസ് ആ ഒരു ഏരിയയിലാണ്. അത്രയും നമുക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടിൽ. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണേ. നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരെടുത്തുനിന്ന് വരില്ല. മൂപ്പർക്ക് എന്തോ താങ്ങാൻ പറ്റില്ല. രാത്രിയിൽ പോലും അടിയുന്ന വിഷയത്തെ കുറിച്ച് മൂപ്പരോട് നല്ലോണം വരാതെ കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്ത മനുഷ്യനാണ്. ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ അപകർഷമായിട്ട് അവന്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് കൊണ്ടാടരുത് എന്നുള്ളതാണ്. എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, ഒന്നും ഷെയർ ചെയ്യരുത്. അത് റിക്വസ്റ്റ് ആണ്. കൂടുതലൊന്നും പറയല്ല. ഇനിയിപ്പോ പോയത് ഇവർക്കാണ്. ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തേ ഉള്ളൂ. പക്ഷെ പോയത് ഈ ഒരു അച്ഛനമ്മയ്ക്ക് മാത്രമാണ്. അവർക്ക് വേറൊരു ആരുമില്ല. അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടത്. കൊണ്ട് കൊടുക്കടി നീ. അവരുടെ മോനെ ഇല്ലാണ്ടാക്കിയിട്ട് നീ കുറച്ചു നാളെ ജീവിക്കണ്ട. അവർക്കുള്ള ജീവിക്കാനുള്ള വകുപ്പ് നീ ഉണ്ടാക്കി കൊടുക്ക്. മാസം ചെലവിന് കൊടുക്ക്. എന്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് അങ്ങ് ഉണ്ടാക്കിയതല്ലേ? അവർക്ക് ചെലവിന് കൊടുക്ക് മാസം. നിനക്കൊക്കെ റീച്ചിന് വേണ്ടിട്ട് ഇത്ര മുട്ടി നിൽക്കുവാണെങ്കിൽ വീട്ടിലിരിക്കണ തന്തേനെ വിളിച്ചോണ്ട് പോയിട്ട് ബസ്സിൽ നിർത്തിയിട്ട് ഇതുപോലെയുള്ള വീഡിയോ എടുക്ക്. അതാകുമ്പോ കുറച്ചും കൂടെ നല്ല റീച്ച് കിട്ടും. മോൾ ഇമാതിരി പണിയും ചെയ്യുന്നത് നോക്കിയിട്ട് വീട്ടിലിരിക്കണ തന്തയില്ലേ, അതിനെ വിളിച്ചോണ്ട് പോയിട്ട് ഇരുന്നിട്ട് വീഡിയോ എടുക്ക്. ബസ്സിലോ ട്രെയിനിലോ ഇനി വല്ല ബസ് സ്റ്റാൻഡിലോ എവിടെയും ചെന്ന് നിർത്തി വീഡിയോ എടുക്കടി. അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാണ്. അത് അവരെ വിജയിച്ചും ചെയ്ത കാര്യത്തിൽ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് അടക്കമുള്ളവർക്ക് ഒറ്റപ്പെട്ട് അവരെ ഞാൻ അറിയണ കാലം മുതലേ അവനൊരു ഇതിലും ഇല്ല. ഞാൻ അവനെ അത്ര ഞങ്ങളൊരു വേണ്ടത്തരത്തിൽ പോലും പോകില്ല. അവനെ ഞങ്ങളെ സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും അറിയാം. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദീപക് കണ്ണൂരിൽ പോയിരുന്നു. അതായത് ദീപക് ഇവിടുത്തെ ഒരു വസ്ത്ര വ്യാപാരശാലയുടെ ഒരു സെയിൽസ് മാനേജറാണ്. അതിന്റെ സെയിൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അങ്ങനെ പോയ സമയത്ത് ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുകയും ആ വീഡിയോ പല സ്ഥലങ്ങളിലേക്ക് എത്തുകയും അത് ഷെയർ ചെയ്യുകയും അത് പലരും കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് കണ്ട ദീപക് വളരെ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ദീപക് ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തിനോട് സംസാരിച്ചിരുന്നു. ഇതിൽ വലിയ വിഷമത്തിലായിരുന്നു ദീപക് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി പോലും ഇതുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രചരിക്കപ്പെടുകയും പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പ്രചരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ദീപക് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയിലടക്കം വിളിച്ച സുഹൃത്തുക്കളോടക്കം ഈ കാര്യങ്ങളെ കുറിച്ച് ദീപക് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഏതായാലും ഈ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതായാലും ഗൗരവമായിട്ടുള്ള ആരോപണം കുടുംബം ഉയർത്തുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ആളല്ല ദീപക്. ദീപകുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരാതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസോ ഒന്നും തന്നെ മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് ദീപകിന്റെ സുഹൃത്തുക്കളും പറയുന്നുണ്ട്. ഒപ്പം ദീപക് കഴിഞ്ഞ 7 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ അടക്കമുള്ള ആളുകളും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ദീപക് നിരപരാധിയായിരുന്നു. പക്ഷെ ഇതുമൂലം ഉണ്ടായിട്ടുള്ള, അതായത് ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചത് മൂലം ഉണ്ടായിട്ടുള്ള മനോവിഷമത്തിലായിരുന്നു ദീപക് കഴിഞ്ഞ 2 ദിവസമായി. അത് തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏതായാലും ദീപകിന്റെ കുടുംബവും അതുപോലെ സുഹൃത്തുക്കളും പറയുന്ന ഒരു കാര്യം. ഈ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അസ്വാഭാവിക മരണമല്ല, കൊലക്കുറ്റം. അതാണ് ഈ മോളുടെ തലയിൽ കെട്ടിക്കൊടുത്തിട്ട് പിടിച്ച് അകത്താക്കണം. ഇതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്ന അവളുമാർക്കുള്ള പണി അതായിരിക്കണം ഇത്. ഇനി ഇറങ്ങരുത്, പിടിച്ച് അകത്തിട്ടിട്ട് അവിടെ കിടക്കട്ടെ കുറച്ചു നാള്. എന്നാലെങ്കിലും കുറച്ച് കണ്ടു പഠിക്കുമല്ലോ. ചില ബസ്സുകളില് CCTV ക്യാമറ കണ്ടിട്ടുണ്ട്.
ഇതെല്ലാ ബസ്സിലും നിർബന്ധാക്കണം. അങ്ങനെയാകുമ്പോ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപരാധികൾക്കുള്ള പണി ആ CCTV വഴി കിട്ടും. ഇതുപോലെയുള്ള റീച്ചിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കുറെ അമ്മച്ചിമാരുണ്ടല്ലോ. അപ്പൊ ആ അമ്മച്ചിമാർ ഇതുപോലെ വീഡിയോ എടുക്കുമ്പോ അതിന് അങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള പ്രൂഫ് ഈ CCTV വഴി കിട്ടും. ഇന്ന് CCTV വെക്കാൻ പറ്റുമോ ഗതാഗത മന്ത്രി? നിങ്ങൾ ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ബസ്സിൽ കുറച്ച് CCTV കൂടെ കൊണ്ടുവയ്ക്കേ. ബസ്സിൽ മാത്രമാക്കണം, ആ ട്രെയിനിങ് കൊണ്ട് വെക്കാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ചെയ്യും. കുറെ എണ്ണം ബസ്സിലും ട്രെയിനിലും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ബസ്സിൽ കിട്ടാതാകുമ്പോ ട്രെയിനിലോട്ട് പോവും. അതുകൊണ്ട് ആ ട്രെയിനിലും കൂടെ കൊണ്ടുവയ്ക്കി. തീരണം അതോടെ ഇതുപോലുള്ള വേണ്ട പരിപാടികള്. ഇനി ഒരുത്തന്റെ ജീവൻ വെച്ചിട്ട് കളിക്കരുത് ഒരുത്തിയും. ഇതുപോലെയുള്ള വീട്ടില് ചോദിക്കാനും പറയാനും ഇല്ലാത്ത കുറെ എണ്ണങ്ങള് ഇറങ്ങും. എന്നിട്ട് കുറെ എക്സ്പ്ലനേഷൻ അങ്ങോട്ട് ഇടും. ഇവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ചോദിക്കാൻ വേണ്ടിട്ട് പോയപ്പോഴേക്കും അവര് ഇറങ്ങിപ്പോയെന്നുള്ളത്. ഈ വീഡിയോ എടുത്ത് ഈ ആട്ടുന്ന സമയത്ത് നിനക്ക് പോയി ചോദിച്ചുകൂടായിരുന്നോ? അല്ല, അത്രയും നേരം സമയം ഉണ്ടായിരുന്നല്ലോ. നേരത്തെ ആ വീഡിയോ എടുത്തോണ്ട് പോയി ചോദിക്കുന്ന വീഡിയോ ഇട്ടോടായിരുന്നോ? എന്തേ? അപ്പൊ റീച്ച് കിട്ടത്തില്ലല്ലോ അല്ലെ? റീച്ച് മാത്രം മതിയല്ലോ. ചോദിക്കും വേണ്ട, പറച്ചലും വേണ്ട, ഒന്നും വേണ്ട. അല്ലെങ്കിൽ ആ ബസ്സിലുള്ള ആരെങ്കിലും ഒരാള് വന്ന് പറയട്ടെ ഈ സ്ത്രീ ഇത് അവരോട് ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. ചുമ്മാ അങ്ങ് പറയാ ഞാൻ ചോദിക്കാൻ വേണ്ടി പോയതായിരുന്നു, അപ്പോഴേക്ക് അവർ ഇറങ്ങിപ്പോയി. ഈ വീഡിയോ എടുക്കുന്ന സമയം വേണമല്ലോ നിനക്ക് അയാളോട് പോയി ചോദിക്കാൻ. മുട്ടാനും തട്ടാനും വേണ്ടിട്ട് പോയി നിന്ന് കൊടുത്തിട്ട് എന്നെ അവിടെ മുട്ടി, എന്നെ അവിടെ പിടിച്ചു, എന്നെ അവിടെ തൊട്ടു. ഉളുപ്പ് വേണം പെണ്ണുമ്പിള്ള, കുറച്ചെങ്കിലും. മനസ്സിലായോ? ഇനി ഇവരുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾപ്പിച്ചു തരാം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാന് ആർക്കാ അവകാശമുള്ളത്? തൊടാൻ വേണ്ടിട്ട് അങ്ങോട്ട് മുട്ടി മുട്ടി നിന്ന് കൊടുത്തിട്ട് അവകാശം കോപ്പും കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ? എനിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താന്ന് വെച്ചാല് ഞാൻ ഈ ഫസ്റ്റ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എന്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടോണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. അതിന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാ. എന്ന് വെച്ച് കഴിഞ്ഞാല് അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്റ്റും അല്ല, ടെംപ്ടേഷനും അല്ല. പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയറാ. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്ക് അത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ കാണിച്ചിട്ട് ഇപ്പൊ തൃപ്തി ആയല്ലോ അല്ലേ? അയാളെ അങ്ങ് ഭൂമിന്ന് തന്നെ പറഞ്ഞു വിട്ടപ്പോ മോൾക്ക് തൃപ്തി ആയല്ലോ. സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പൊ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ ഇയാള് തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്തു എന്ന് പോലും ഉറപ്പില്ലാത്തൊരു കാര്യം നിങ്ങളെടുത്ത് പബ്ലിക്കിലോട്ട് ഇട്ടിട്ട് ഈ സൈക്കോളജി, മെഡിക്കൽ എത്തിക്സ്, മാങ്ങാത്തോലി, ഇതൊക്കെ മെഡിക്കൽ എത്തിക്സിന് പോലും എതിരായിട്ടുള്ള കാര്യം പെണ്ണുമ്പിള്ളേ. ഞാൻ വലിയ സൈക്കോളജി പഠിച്ച് വളർത്തി എന്തോ ആണെന്നുള്ള ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോപ്പ് കാണിച്ചില്ലേ? നിങ്ങൾ ഈ പേഴ്സണൽ ബൗണ്ടറി, മണ്ണാങ്കട്ട, തേങ്ങാക്കൊല എന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഇതുകൊണ്ട് കേസ് കൊടുക്കായിരുന്നല്ലോ. എന്താ കൊടുത്തില്ല? നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല?
നമുക്ക് നേരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി കേസ് കൊടുക്കണം. എന്തുകൊണ്ട് കൊടുത്തില്ല? നിങ്ങൾ കൊടുക്കില്ല. വേണ്ടത് റീച്ചാണ്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നൂലാമാല, അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് നടക്കണ്ടേ? ഇതാകുമ്പോ റീച്ച്. ഒരു സൈക്കോളജിസ്റ്റ് വന്നേക്കുന്നു. നിങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുക. അവരെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ അവരെ നല്ല രീതിയിൽ അങ്ങ് ട്രീറ്റ് ചെയ്ത് നല്ല രസമായിരിക്കും. നിങ്ങളുടെയൊക്കെ അണ്ടറിൽ വരുന്ന പേഷ്യൻസ് അല്ലേ, അവരും ജീവിതം നശിപ്പിച്ച് നാറാണ കല്ലെടുത്ത് കൊടുക്കും നിങ്ങള്. അല്ല, അങ്ങനെയാണല്ലോ അനുഭവേ. ഇപ്പൊ പബ്ലിക്കിലോട്ട് ഒരു അനുഭവം വന്ന സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നശിച്ച് നാറാണ കല്ലെടുത്ത് കൊടുക്കും നിങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ്. ദൈവമേ, ഇനി ഇവരുടെ അടുത്തോട്ട് ഒരാളും പോവല്ലേ. ശരി എന്നാ.